നഴ്സസ് ദിനത്തിൻ്റെ പ്രമേയവുമായി അനുബന്ധിച്ച് പൊതുജനങ്ങളിൽ നിന്ന് നേഴ്സുമാർ പ്രതീക്ഷിക്കുന്ന 4 കാര്യങ്ങൾ ഇതാണ്. നഴ്സുമാരുടെ ത്യാഗങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു കാര്യം. അതായത് ആഘോഷങ്ങളും ബന്ധുക്കളുമായിട്ടുള്ള ഒത്തുചേരലുകൾ, അവരുടെ കുഞ്ഞുങ്ങളായിട്ടുള്ള സമയം, ഇതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ടാണ് രോഗി പരിചരണത്തിനായിട്ട് ഓരോ നഴ്സും അവരുടെ വീട് വിട്ടിറങ്ങുന്നത്. നിങ്ങൾ ഡിസ്ചാർജ് ആയി പോകുമ്പോൾ അവരോട് ഒരു ചെറിയ നന്ദി പറഞ്ഞിട്ട് പോകുക. നിങ്ങൾ ആശുപത്രിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ കടന്നു വരുന്നത് വളരെയധികം ടെൻഷൻ നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലേക്കാണ്. അപ്പോൾ കഴിവതും ക്ഷമയോടുകൂടെ മറ്റുള്ളവരോട് പെരുമാറാൻ നോക്കുക. നിങ്ങൾ ദേഷ്യപ്പെടാൻ ശ്രമിക്കും തോറും വീണ്ടും ആ അന്തരീക്ഷം ഒന്നും കൂടെ ബുദ്ധിമുട്ടേറിയതാവുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. രോഗികൾക്ക് സമയത്തിന് മരുന്ന് എടുത്ത് നൽകുക എന്നതിന് അപ്പുറമായിട്ട് നിങ്ങളുടെ രോഗാവസ്ഥയെ വിലയിരുത്തുക, നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുക, നിങ്ങൾക്ക് വേണ്ട മാനസികമായ പിന്തുണ നൽകുക തുടങ്ങിയ പല കാര്യങ്ങളിലും നഴ്സുമാർക്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. രോഗികളുടെ അവകാശങ്ങൾക്ക് നിലകൊള്ളുന്നത്, അതായത് അഡ്വക്കസി കാണിക്കുന്നതും നഴ്സുമാരാണ്. രണ്ടാമതായി ഇപ്രാവശ്യത്തെ തീം പറയുന്നത് നഴ്സുമാർ നിങ്ങളുടെ ബഹുമാനവും ദയയും അർഹിക്കുന്നു എന്നാണ്. അതിനുവേണ്ടി പൊതുജനത്തിന് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നഴ്സുമാരും മനുഷ്യന്മാരാണെന്ന് മനസ്സിലാക്കുക. അവർക്ക് ക്ഷീണവും തളർച്ചയും മാനസിക സമ്മർദ്ദങ്ങളും എല്ലാം ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കാതെ അവരെ പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുക. നിങ്ങളൊരു വാർഡിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ അവർക്കൊരു പോസിറ്റീവായ രീതിയിൽ ഒരു ഫീഡ്ബാക്ക് കൊടുത്തിട്ട് പോവുക, അല്ലെങ്കിൽ ഒരു താങ്ക്സ് കാർഡ് കൊടുത്ത് അവരോട് നന്ദി അറിയിച്ചിട്ട് പോകുക. ഇതൊക്കെ അവർക്ക് നൽകുന്ന ഊർജ്ജം വളരെ വലുതായിരിക്കും. പിന്നെ ആരോഗ്യ പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അവഹേളിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകൾ ഇടാതിരിക്കുക. അത് ഈ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആൾക്കാരുടെയും ആ ഒരു മൊറലിനെ ബാധിക്കും. മൂന്നാമത്തെ പോയിന്റ് സുരക്ഷിതമായ തൊഴിലിടം നൽകുക എന്നുള്ളതാണ്. അതിന് പൊതുജനത്തിന് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് നമുക്ക് നോക്കാം. വാക്കുകൊണ്ടുള്ള അധിക്ഷേപം, ആക്രമണ സ്വഭാവം എന്നിവ നഴ്സുമാർക്കെതിരെ ചെയ്യുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി കഴിയുമ്പം അവിടുത്തെ നിയമങ്ങളും നിയന്ത്രണങ്ങളും അംഗീകരിക്കും. ചിലപ്പോൾ നഴ്സുമാർ നിങ്ങളോട് അണുബാധ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായ മാസ്ക് ധരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അത് കേൾക്കുക. ആരോഗ്യ പ്രവർത്തകരെ ബാധിക്കുന്ന നയങ്ങളെ പൊതുജനത്തിന് പിന്താങ്ങാവുന്നതാണ്. അതായത് നല്ല ജോലിക്കുള്ള അന്തരീക്ഷം, നല്ല വേതനത്തിനുള്ള അവകാശം, ഇത്തരത്തിലുള്ള നയങ്ങളെ നിങ്ങൾ പിന്താങ്ങുക. നാലാമതായിട്ട് പറയുന്നത് നഴ്സിംഗിലെ നേതൃത്വത്തിൻ്റെ ശക്തിയെ നിങ്ങൾ അംഗീകരിക്കണം. ഒരു രോഗിയുടെ കാര്യത്തിൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങോടുകൂടി ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള, അതായത് വിധി വിവേചനത്തിനുള്ള ഒരു നഴ്സിൻ്റെ കഴിവിനെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുകയും അംഗീകരിക്കുകയും വേണം. ബന്ധുക്കളായോ അല്ലെങ്കിൽ അയൽവക്കക്കാരായിട്ടോ ഒരു നഴ്സിനെങ്കിലും അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ അവരെ പഠിക്കാനും മുന്നേറാനുമുള്ള ഒരു ഇൻസ്പിറേഷൻ എപ്പോഴും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പബ്ലിക് ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാർ നടത്തുന്ന ബോധവൽക്കരണ പരിപാടികളിൽ പങ്കെടുക്കുക, അതിന് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകുക. അങ്ങനെ അവരെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് ഉരുത്തിരിഞ്ഞു വരാനായിട്ട് സഹായിക്കുക. ശരിയായ രോഗി നഴ്സ് അനുപാതത്തിനെയും ആരോഗ്യ സംരക്ഷണ വിഭവങ്ങളുടെ സ്രോതസ്സിനെ മെച്ചപ്പെടുത്താനുള്ള പരിശ്രമങ്ങളിലും പൊതുജനങ്ങളെ ഇൻവോൾവ് ചെയ്യുക. കുറേ കൂടെ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നഴ്സുമാർക്ക് ശാക്തീകരിക്കപ്പെടാനുള്ള സാധ്യതകൾ തുറന്നു കിട്ടുകയാണ്. അങ്ങനെ ശാക്തീകരിക്കപ്പെട്ട ഒരു നഴ്സിന് നിങ്ങളുടെ കുടുംബത്തെയും സമൂഹത്തെയും ആരോഗ്യ മേഖലയെ തന്നെയും മാറ്റാനുള്ള ശക്തി ഉണ്ടാവും.